വിഷമിക്കരുത്, എല്ലാം നേരെയാവും. എങ്ങനെ? ഇനി ഒരിക്കലും ഒന്നും നേരെയാവില്ല. എല്ലാം അവസാനിച്ചു. ഇനി ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇങ്ങനെ പറയല്ലേ. ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ. ഈ വീട്ടിൽ ആരെ എനിക്കിപ്പോ വിശ്വാസമില്ല. എല്ലാവരും മാനുവലിന്റെ റോണിയുടെ ആൾക്കാരാ. ചതിക്കും. ആന്റിക്ക് എന്നെ വിശ്വസിക്കാം. ഞാനിവിടെ വന്നിരിക്കുന്നത് ആരെയും ചതിക്കാനല്ല. ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. എല്ലാം മനസ്സിലാക്കിയ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ വിശ്വസിക്കാം. ആന്റി ഇവിടെ നിന്നും രക്ഷിക്കേണ്ടത് എന്റെ ആവശ്യം. നിന്റെ ആവശ്യമോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നെ പോലുള്ളവരെ ഇനിയും രക്ഷിച്ചിട്ട് നിനക്ക് എന്ത് നേട്ടമുള്ളത്? സ്വത്തും പണവും ആഗ്രഹിച്ചാണെങ്കിൽ അതൊക്കെ മാനുവലിന്റെ റോണിയുടെ കയ്യിലാ. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ആന്റിയോട് ഇനി ഒന്നും എനിക്ക് ഒളിച്ചു വെക്കാനാവില്ല. ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് ചില ലക്ഷ്യങ്ങളുമായിട്ടാ. അതാ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വീട്ടിൽ നടക്കാൻ പോന്നെ. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് എന്തുകൊണ്ടാണെന്ന് ആന്റിയോട് ഞാൻ പറഞ്ഞതല്ലേ. ഫോർട്ട് കൊച്ചിയിലെ വീട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് താമസം മാറി വന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം. സ്നേഹം അഭിനയിച്ചും സഹായം നൽകിയും മാനുവൽ എന്റെ പപ്പയുടെ ഇഷ്ടം സമ്പാദിച്ചു. ഞങ്ങളുടെ വീട്ടിലെ നിത്യ സന്ദർശകനായി. പിന്നെ എന്റെ മമ്മിയെ അയാൾ. മമ്മിക്കൊരിക്കലും പിന്നെ പഴയതുപോലെ ആവാൻ കഴിഞ്ഞില്ല. സന്തോഷവും കളിയും ചിരിയെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു. മനസ്സ് തകർന്നുകൊണ്ട് ഒരാൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? ഒടുവിൽ മമ്മി അത് ചെയ്തു. എന്നെ പപ്പ അനിയനെയൊക്കെ അനാഥരാക്കി. ആ ഡിസംബർ രാത്രി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്ന വൈകിയ ഞാനും അനിയനും ഉറങ്ങിയത്. നേരം വെളുത്തപ്പോ മുറ്റത്തെ അയൽക്കാർ. അപ്പോഴേക്കും എന്റെ മമ്മി. എന്നിട്ട് മാനുവലാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയില്ലേ? പപ്പ കുറച്ചു കഴിഞ്ഞ സത്യങ്ങൾ തിരിച്ചറിഞ്ഞത്. മമ്മി തന്റെ മനസ്സിലെ സങ്കടങ്ങൾ മുഴുവൻ ഒരു കത്തിൽ എഴുതി വീട്ടിൽ വെച്ചിരുന്നു. മമ്മിയുടെ മരണം കഴിഞ്ഞ് ഒരു ദിവസം പപ്പയ്ക്ക് കത്ത് കിട്ടി. അത് വായിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ആളെ പോലെ മാനുവലിനെ തേടി പപ്പ ചെന്നു. പക്ഷേ എന്റെ പപ്പ അയാള്. മോളിത് പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. മാനുവൽ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. എന്തും ചെയ്യാൻ മടിക്കാത്തവന്. നേരും നിറയും കെട്ടവൻ. ആ ദിവസം നഷ്ടപ്പെട്ടത് എന്റെ അനിയനെ. എവിടെയാണെന്ന് പോലും ഇപ്പോഴും എനിക്കറിയില്ല. അന്നു മുതൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇതിന്. കണക്ക് തീർക്കാൻ മാനുവൽ എന്ന ഈ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനോടുള്ള പക എന്റെ മനസ്സിൽ ഓരോ ദിവസവും നേരെ കത്തുക. മോളെ, നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. എല്ലാരെയും പോലെ നീയും എന്നെ ചതി